താന്ത്രിക ആചാര്യനും യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷനുമായ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട്, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസികളുടെ ഉള്ളിലുള്ളൊരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത് ഇത് ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിൽ ധൃതിപ്പെട്ട് ഇത്തരത്തിൽ പാളികൾ പുനഃസ്ഥാപിക്കുന്നത് എന്നാണ്. കാരണം ഇതിനെല്ലാം താന്ത്രികപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ ഒരു വശം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ശരിക്കും 2-3 വിഷയങ്ങളാണ്. ഒന്ന്, ഞാനൊരു താന്ത്രിക പുരോഹിതൻ കൂടിയാണ്. എനിക്ക് വ്യക്തമായിട്ട് പറയാം, ഞാനിപ്പോ യോഗക്ഷേമസഭയുടെ സംസ്ഥാന അധ്യക്ഷ പദവി കഴിഞ്ഞു. ശബരിമല കർമ്മസമിതി അംഗവും തന്ത്രി സമാജം തന്ത്ര വിദ്യാപീഠ രക്ഷാധികാരിയൊക്കെയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇന്നത്തെ പറയാനുള്ളത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ശരിക്കും ആചാരപരമായ ഇനിയിപ്പോ ഭഗവാൻ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്, അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കാത്തതിന്റെ ഒരു ശിക്ഷ പോലെ ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിപ്പോ ഉടനെ കൊണ്ടതൊക്കെ ഫിറ്റ് ചെയ്യല്ല വേണ്ടത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു വലിയ കോൺട്രവേഴ്സി ഉണ്ടായി. ഇതിനൊരു നെല്ലും പതിര് തിരിയാതെ അതിന് ജാഗ്രത പറഞ്ഞ പോലെ തന്നെ ഒരു 20 മുതലാണല്ലോ ഇത്. അപ്പൊ ശരിക്കും അതിനൊരു ക്ലാരിറ്റി വരുത്താതെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതാണ് തെറ്റാണ്. രണ്ടാമത്, ദേവൻ ചില സൂചനകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ശരിക്കും വ്യക്തമായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഒരു 3-4 ജ്യോത്സ്യന്മാര് ശബരിമലയെ കൃത്യമായിട്ട് ഹിന്ദു സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അവിടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്ത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് ഈ ബോധപൂർവമുള്ള നീക്കങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് വ്യക്തമാണ്. ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന പോലെ ആണ് ഈ കാണിക്കുന്നത് നമുക്ക്. അപ്പൊ തന്നെയല്ല അവിടുന്ന് അതിന് അവർ പാലിക്കേണ്ടതായ പ്രോട്ടോക്കോളുകളൊന്നും പാലിക്കാതെയാണല്ലോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ആ വിഷയത്തെക്കാൾ ഉപരിയായിട്ട് പെട്ടെന്ന് ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യുന്നതിനേക്കാളും അടിസ്ഥാനപരമായിട്ട് ദേവന്റെ ഹിതം അറിയണം, ദേവന്റെ അഭിപ്രായം ബോധ്യപ്പെടുക, ദേവനോട് പ്രായശ്ചിത്തം ചെയ്തിട്ട് വേണം. ഇതൊക്കെ അവിടെ ദേവന്റെ ഗർഭഗൃഹം ശിരപ്രോക്തമാണ്, ഭഗവാന്റെ മുഖമായിട്ടാണ് ശ്രീകോവിലിനെ പറയുന്നത്. അവിടുന്നൊക്കെ ഇത് എത്ര ധൈര്യത്തോടെയാണ് ഇവരിതൊക്കെ ഇളക്കി എടുത്തത്. അപ്പൊ അതിന് ദേവനോട് പ്രായശ്ചിത്തം ചെയ്ത ശേഷം വേണം ഇത് പുനഃസ്ഥാപിക്കാനോ അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ദേവന് ആദ്യം സ്വർണത്തിന്റെ അതിന്റെ ഉറപ്പ് വരുത്തി ദേവന്റെ അവിടെ വെച്ചിരുന്ന കാര്യങ്ങൾ ദേവനെ കളിപ്പിക്കുന്ന പോലൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ ശരിക്കും അതിന്റെ സാന്നിധ്യം ഉള്ള സ്ഥലമാണ്. ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ മുഖമായിട്ടാണ് പറയുന്നത്, ഭഗവാന്റെ ഗർഭഗൃഹം ശിരസായിട്ടാണ് പറയുന്നത്. അപ്പൊ ദേവന്റെ അനുജ്ഞ വാങ്ങിച്ചിട്ട് ആണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും ഇത് ദേവനെ പരിഹസിക്കുന്ന പോലെയാണ്. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പലരെയും തെറ്റിദ്ധരിപ്പിച്ച് ഇതൊക്കെ ഇളക്കി മാറ്റിയപ്പോ ദേവനോട് ഒരു ഭയവുമില്ലാതെ കാണിച്ച തോന്നിയവാസങ്ങളായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവനോട് പ്രായശ്ചിത്തം ചെയ്യണം. ഈ ചെയ്തതിനൊക്കെ ദേവനോട് ക്രിയാപരമായിട്ടും വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും പ്രായശ്ചിത്തമൊക്കെ ചെയ്യണം. ശബരിമല എന്ന് പറയുന്നത് ഭാരതത്തിന്റെ മുഴുവൻ ഒരു ആത്മീയ കേന്ദ്രമാണ്. അവിടെ ഒരു ചെറിയ ക്ഷേത്രം പോലെ അതിനെ കാണാൻ പാടില്ല. അതൊരു ഭഗവാൻ എന്ന് പറയുന്നത് ഇവിടെ ഈ മലയാളികളുടെ മുഴുവൻ ധർമ്മദൈവമായിട്ട് വേണം അതിനെ കാണാൻ. അപ്പൊ അതിനെ ചുമ്മാതെ കൊണ്ടങ്ങ് വെക്കാൻ പാടില്ല. അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ദേവനോട് ചെയ്തതിനൊക്കെ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ആരൊക്കെയാണോ ചുമതലക്കാർ അവരെല്ലാം ഇവിടെ പ്രായശ്ചിത്തം ചെയ്ത് ക്ഷമിക്കണം. ദേവൻ ക്ഷമിച്ചു എന്ന് വന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കി ക്രിയകളൊക്കെ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അതുകൊണ്ട് വെക്കുന്നതിനോട് താന്ത്രികമായിട്ടും അതിന് അനുചിതമാണ്. അതിന് നിങ്ങളൊക്കെ ഈ ഭക്തജനങ്ങള് ആരൊക്കെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഭക്തജനങ്ങളെയാണല്ലോ ഇത് ബാധിക്കുന്നത്, വിശ്വാസികളെ. അതുകൊണ്ട് അത് ഇളക്കി മാറ്റിയപ്പോ തൊട്ട് തിരിച്ചു വെക്കുന്നതിന് മുമ്പേ അതിനെ ഒരുപാട് ബോധ്യപ്പെടാൻ നിയമപരമായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇനിയിപ്പോ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഇളക്കി നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും പാടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ തെറ്റും അവിടെ വെച്ചിരുന്നത് പോലെ തന്നെ അതേ ക്വാളിറ്റി തന്നെ ഉണ്ടോ ഈ സാധനത്തിന്, അത് ദേവനെ കളിപ്പിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത് അവിടെ പുനഃസ്ഥാപിക്കാവൂന്നാണ് താന്ത്രികപരമായിട്ടും അതിന്റെ ശരി എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ ചുമ്മാതെന്തെങ്കിലും ജനത്തിനെ വെറുതെ ബോധ്യപ്പെടുത്താനല്ല, സത്യസന്ധമായിട്ടുള്ള ഒരു വിശകലനം നടത്തി ഈ ഭഗവാൻ എന്താണ് നമ്മളോട് പറയാനുള്ളതെന്നും കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഭഗവാൻ തന്നെ കാണിച്ചു തന്നിട്ട് ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചില്ലേ. അപ്പൊ അതിന് ആ ഒരു ഗൗരവത്തോടെ വേണം ആ വിഷയത്തെ കാണാൻ. ഇല്ലെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് മുഴുവൻ, ക്രിസ്ത്യാനികളോ മുസ്ലിമാരുടെ വിരോധമല്ല, ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ ഇവിടെ എല്ലാ ആൾക്കാർക്കും ഇത് ദുരിതമായിരിക്കും, ദോഷമായിരിക്കും എന്നാണ് എന്റെ വ്യക്തിപരമായി വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഈ വിഷയത്തിൽ. അത് തന്നെയാണ്. ദേവപ്രശ്നം പോലെയുള്ള മറ്റ് ഒരു താന്ത്രികപരമായ കാര്യങ്ങളും ചെയ്യാതെയാണ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു ഘടകവും നോക്കാതെയാണ് ഇപ്പോൾ പുനഃസ്ഥാപിക്കുന്നത് എന്നത് വ്യക്തമാണല്ലേ? അത് വ്യക്തമാണ്. കാരണം അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. തന്നെയല്ല, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ഇതൊക്കെ പറയല്ലേ ആൾക്കാര്. അപ്പൊ അതിനകത്ത് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാര് അവര് തന്നെ അവര് അതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ പറയല്ലേ ജനത്തിനോട്. അവര് തന്നെ ഇരുട്ടി തപ്പുന്ന പോലെയല്ലേ. അവർക്ക് ചെയ്ത തെറ്റിന്
ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അവിടുത്തെ ചുമതലക്കാരായിട്ട് വരുന്ന ഏറ്റവും ഇഷ്ടത്തെ ആൾക്കാർ, അതിന്റെ മേളിൽ ഏറ്റവും മേളിൽ തൊട്ട് താഴെ വരെയുള്ള ആൾക്കാര് ദേവനോട് മറുപടി പറയേണ്ട വിഷയമാണ്, പ്രായശ്ചിത്തം ചെയ്യേണ്ട വിഷയമാണ്. തോന്നിയ പോലെ യുദ്ധം കാണിക്കാമെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിപ്പോ ഹിന്ദുക്കളെ മുഴുവൻ അവഹേളിക്കുന്ന തുല്യമല്ലേ. കാരണം ദേവന്റെ വിഷയം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവ ക്ഷേത്രമല്ലേ, അല്ലാണ്ട് ഇത് മതേതര ക്ഷേത്രമൊന്നുമല്ല, ഇത് ഹൈന്ദവ ക്ഷേത്രമാണ്. അവിടെ എല്ലാവർക്കും വരാൻ പോകാം, അവിടുത്തെ ആചാരം അനുസരിച്ച് എന്ന് മാത്രമേ ഉള്ളൂ നിയമം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാണിച്ചത് മുഴുവൻ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഭാരവാഹികൾ, ചുമതലക്കാരുൾപ്പെടെ ഭരിക്കുന്നവരുൾപ്പെടെ ഇതിന് ദേവനോട് പ്രായശ്ചിത്തം ചെയ്യേണ്ട വിഷയമാണ്. അതിനകത്ത് മന്ത്രിമാരുൾപ്പെടെ, ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉൾപ്പെടെ, ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ദേവന്റെ മുമ്പിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ട വിഷയമാണ്. തോന്നിയ പോലെ ഓരോന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷമാണ് നമ്മുടെ നാടിന് വരാൻ പോകുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ തോന്നിയ പോലെ ഇപ്പൊ ശരിയാക്കി കൊണ്ടങ്ങ് ഫിറ്റ് ചെയ്ത് മോഹൻ രക്ഷിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ ദേവന്റെ ആചാര വിഷയമാണ്. ആ ആചാര വിഷയത്തിന് അനുജ്ഞ വാങ്ങിച്ചു, ശരിയാണ്, അനുജ്ഞ വാങ്ങിച്ച് നമ്മൾ ഈ എന്നാ പറയുന്നത്. അപ്പൊ അനുജ്ഞ വാങ്ങിച്ച് ഇത് ചെയ്തു എന്ന് വെച്ചാൽ ബാക്കി തിരിച്ച് അതിനുശേഷം എന്തെല്ലാം കോൺട്രവേഴ്സികളാണ് വന്നത്, ഇത് കള്ളത്തരമാണ്, ഇത് ശാസ്ത്രവിരുദ്ധമാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് സ്വർണം മാറ്റി എന്നൊക്കെ പറഞ്ഞുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പൊ അനുജ്ഞ വാങ്ങിച്ചെങ്കിലും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വന്ന സ്ഥിതിക്ക് ദേവന്റെ മുമ്പിൽ അതിന് പരിഹാരം ഉണ്ടാക്കാതെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? നിയമപരമായിട്ട് ആ പ്രശ്നം തീർന്നിട്ടല്ലേ പറ്റുള്ളൂ. കുമ്മൻ രാജേട്ടൻ പറഞ്ഞത് കൃത്യമാണ്, അത് തൊണ്ടി മുതലായിട്ട് തന്നെ വേണം അതിനെ കാണാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ തന്നെ ദേവനെ പരിഹസിക്കുന്ന പോലെ കാണിച്ചേക്കുന്ന മുഴുവൻ. ദേവനെ ഒരു ഭയവും ഇല്ലാതാണ് ഇവരെല്ലാം കാണിച്ചത്. ദേവന്റെ മുമ്പിൽ ആ ഉദ്യോഗസ്ഥന്മാര് ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ വായി കാണുന്നതല്ലേ. ഞാൻ പറയുന്നു, ഈ ഒരു വ്യക്തി മാത്രമൊന്നുമല്ല, ഇതിനകത്ത് ഒരുപാട് പേര് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വേണം സാധാരണക്കാരായിട്ടുള്ള നമുക്കൊക്കെ മനസ്സിലാക്കാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഈ എന്തെങ്കിലും ഒരു ഗിമ്മിക്സ് ഒക്കെ കാണിച്ച് അങ്ങനെ അലവിടാമെന്ന് വിചാരിച്ചാൽ ദേവൻ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയത്തിന് ശാശ്വതവും കൃത്യമായ പരിഹാരം ഉണ്ടാവണം. അതിനുശേഷം വേണം നമുക്ക് ഇതൊക്കെ ചെയ്യാനെന്നാണ്. ശരി, വളരെയധികം നന്ദി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.